നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് BLS ഇന്റർനാഷണൽ സർവീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.8% ഇടിഞ്ഞ് 360 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 14,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 47.37, 52 വീക്ക് ഹൈ 429, 52 വീക്ക് ലോ 191. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് 3% റിട്ടേൺ ആണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിൽ 2024 10%-അടുത്ത് റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഡീസൻറ്റ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് BLS ഇന്റർനാഷണൽ. BLS ഇന്റർനാഷണൽ എന്ന കമ്പനി വിസ പ്രോസസ്സിംഗ്, ഫോറിൻ കോൺസുലാർ സർവീസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കമ്പനി മുംബൈയിൽ നരിമാൻ പോയിന്റിൽ പുതിയൊരു ആപ്ലിക്കേഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. സ്പെയിൻ ഫോക്കസ്ഡ് വിസ ആപ്ലിക്കേഷൻ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മുംബൈയിലെ നരിമാൻ പോയിന്റിൽ കമ്പനി പുതിയ ഒരു വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ദിവസം 1000 വിസ വരെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതുവഴി വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ കമ്പനിക്ക് സാധിക്കും. മുംബൈയിലുള്ളവർക്ക് 48 മണിക്കൂറിനുള്ളിൽ തന്നെ വിസ പ്രൊവൈഡ് ചെയ്യുന്നതും ചെന്നൈയിൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷനിൽ 72 മുതൽ 96 മണിക്കൂറിനുള്ളിൽ വിസ പ്രോസസ്സ് ചെയ്ത് നൽകാൻ കമ്പനിക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രധാന അപ്ഡേറ്റ്. ഇവിടെ സ്പെയിനിലേക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്പാനിഷ് വിസ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. BLS ഇന്റർനാഷണലിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലായിരുന്നു. ഡൗൺവേർഡ് ട്രെൻഡിൽ നിന്നും സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും 360-അടുത്ത് സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 425 രൂപ വരെ ഉയർന്ന BLS ഇന്റർനാഷണലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 300 രൂപയ്ക്കടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് അപ്സൈഡിലേക്ക് സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. അതുകൊണ്ട് BLS ഇന്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 7% ഉയർന്ന് 190 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 214, 52 വീക്ക് ലോ 50. 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.80. ഇറാഡ 1500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ബോണ്ട് ഇഷ്യൂ വഴി പൂർത്തിയാക്കി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. കൂടാതെ ഇറാഡ ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഉയർന്ന ഓവർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയുണ്ടായി. 2.65 ടൈംസ് ഇറാഡയുടെ ബോണ്ടുകൾ ഓവർ സബ്സ്ക്രൈബായി. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 10 വർഷത്തേക്കും 2 മാസത്തേക്കും 7.44% ഇൻട്രസ്റ്റ് റേറ്റിലാണ് കമ്പനി 1500 കോടി രൂപയുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തത്. ഇറാഡയുടെ ഓൺ ഗോയിങ് ഗ്രീൻ എനർജി പ്രോജക്റ്റുകൾക്കും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രീൻ എനർജി പ്രോജക്റ്റുകൾക്കും ആവശ്യമായ ഫണ്ട് റൈസിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് കമ്പനി 1500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തത്. 2030 500 ഗിഗാവാട്ട് എന്ന ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ടാർഗറ്റിൽ കൃത്യമായ കോൺട്രിബ്യൂഷൻ നൽകാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ് ഇറാഡ. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ വന്ന് റാലിക്ക് പിന്നിലെ കാരണം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മുമ്പും നമ്മൾ ഈ സ്റ്റോക്കിലെ ഈ ന്യൂസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇറാഡ എന്ന കമ്പനിയെ ഫട്സെ ആൾവേൾഡ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ $57 മില്യൺ ഫണ്ട് ഇൻഫ്ലോ സ്റ്റോക്കിലേക്ക് ഉണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് റാലി കാണാൻ സാധിച്ചത്. ഫട്സെ ആൾവേൾഡ് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചു എന്നുള്ള പോസിറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഉയർന്നത്. പല അനലിസ്റ്റുകളും, അതായത് ഏഞ്ചൽ വൺ ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളുടെ അനലിസ്റ്റും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകുന്നുണ്ട്. 170-160 എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ബൈ ഓൺ ഡിപ്പ് അനുസരിച്ച് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്ക് 170-160 തുടങ്ങിയ റേഞ്ചുകളിലേക്ക് എത്തുമ്പോൾ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 195-200 എന്ന റേഞ്ചിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാം. ഇവിടെ നിന്നും സ്റ്റോക്ക് 215 എന്ന പ്രീവിയസ് ഹൈയെ ടെസ്റ്റ് ചെയ്യാനും അതിനുശേഷം അവിടെ നിന്നും ഫർദർ ബ്രേക്കൗട്ടിനുമുള്ള പോസിബിലിറ്റിയുണ്ട്. ഇറാഡ എന്ന കമ്പനി 2023 നവംബർ മാസത്തിലായിരുന്നു മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. 32 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു കമ്പനിയുടെ IPO പ്രൈസ് ബാൻഡ്. അവിടെ നിന്നും 87 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും ഫെബ്രുവരിയിൽ സ്റ്റോക്ക് 215 രൂപയിലേക്ക് ഉയരുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച രീതിയിലുള്ള റിട്ടേൺ ഇറാഡ എന്ന സ്റ്റോക്കിന് നൽകാനും സാധിച്ചു.
സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 170 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരും 170 രൂപ എന്ന സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹയർ സൈഡിലെ ടാർഗറ്റ് ഇറാഡ എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്